ആരാ നേരം വിളിക്കുന്നതിന് മുമ്പ് എവനാടാ ഇത്? ആ, കേശവനാ. ഞാനാ ബ്ലൂ മോഡലിൽ നിന്നാ വിളിക്കുന്നേ. ഹൈദരാബാദ് മാഡമാണോ? ഇല്ല, സെക്കൻഡറാബാദ് മാഡം. എനിക്ക് ചില സ്ഥലങ്ങൾ കാണണമെന്നുണ്ട്. നിങ്ങളുടെ ടാക്സി ഫ്രീ ആണോ? മാഡം, കണ്ടത് മതിയായില്ലേ? ആ, ഇവിടെയെല്ലാം ആനകൾ ഇറങ്ങി വെള്ളം കുടിക്കുന്ന സ്ഥലവാ. ആന ഇറങ്ങുന്ന സമയമായത്. സൂക്ഷിച്ച്. ഒന്ന് ചോദിച്ചോട്ടെ. ആനകളെ പറ്റിയാണോ? ഇല്ല, നിങ്ങളെ പറ്റിയാണ് അറിയേണ്ടത്. മനുഷ്യനെ പറ്റി അറിയുന്നതിനേക്കാളും നല്ലത് മൃഗങ്ങളെ പറ്റി അറിയുന്നതാ. നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നത് നിങ്ങൾ നേരിട്ട് കണ്ടു എന്നല്ലേ പറഞ്ഞത്? എങ്ങനെ ഇത്രയും വലിയ സംഭവം കണ്ടു നിൽക്കാൻ പറ്റിയത്? അതിനേക്കാളും വലിയ സംഭവം നടന്നിട്ടുണ്ട്. എന്റെ കൂടെ പിറന്ന 4 പേര്. മദ്യപാനിയായ എന്റെ അച്ഛൻ എന്റെ അമ്മയെ കൊന്നു മാത്രമല്ല, കുട്ടികളായി ഞങ്ങളെ വളർത്താൻ യാതൊരു മാർഗവുമില്ലാതെ എന്റെ കൂടപ്പിറപ്പുകളായിരുന്ന 4 പെൺകുട്ടികളെ കിണറ്റിലെറിഞ്ഞു കൊന്നു. അതും എന്റെ കൺമുമ്പിൽ വെച്ച്. എന്നെയും കൊല്ലാൻ ശ്രമിച്ചതാണ്. ഭാഗ്യത്തിനാ ഞാൻ രക്ഷപ്പെട്ടത്. പിന്നീട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കൂലിവേല ചെയ്ത് കുറച്ച് കാശ്. അയ്യേ, നിങ്ങൾ ഇത്രയും സെന്റിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ കഥ ഞാൻ പറയുകയില്ലായിരുന്നു. ഇനി എങ്ങോട്ട് പോണം ഹൈദരാബാദ് മാഡം? ഇത് നോക്കൂ, എന്റെ പേര് ശ്രീരഞ്ജിനി. അങ്ങനെ വിളിച്ചാ മതി. അയ്യേ, എന്താ ഇത്? വീട്ടിലേക്ക് ആരെയും കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? സർ ഇനി ആരെയും കൊണ്ടുവരില്ല സർ. ഇവരെന്റെ ക്ലോസ് ഫ്രണ്ട്സാ. രഹസ്യമായിരിക്കും. അപ്പൊ രഹസ്യമായിരിക്കും. അതെ സർ. ഓരോരുത്തരായിട്ട് അകത്തോട്ട് വിട്. ദാമോ, കം ഇൻ പ്ലീസ്. ഓ, വരൂ. 2 ദിവസമായിട്ട് ടാക്സി വിളിച്ചതേ ഇല്ല. ബോറടിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോയിന്ന് ഞാൻ കരുതി. ഇല്ല, 2 ദിവസമായി എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. അതാ വെളിയിലോട്ടൊന്നും പോവാതിരുന്നേ. 2 മിനിറ്റ്സ്, ഞാൻ വേഗം റെഡി ആയിട്ട് വരാം. ഇരിക്കൂ. ആദ്യം നിങ്ങളെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകണം. നമസ്കാരം. You Sriranjini, the great Ghazal singer, right? ഹൈദരാബാദിൽ നിന്ന് വന്നതാണ് ഡോക്ടർ. ഹോട്ടലിൽ താമസിക്കുന്നു. ആനന്ദം 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 എൻ്റെ ധർമ്മപത്നിയുടെ പേരാ. അവളെയാ വിളിച്ചത്. ഇത് കണ്ടോ മോളെ, എല്ലാം നിന്റെ കാസറ്റാ. എപ്പോഴും എൻ്റെ മേശപ്പുറത്തുണ്ടാവും. തോടിക്ക് എങ്ങനെ സന്താനവും ഫ്ലൂട്ടിന് എങ്ങനെ ചൗരസ്യാരും, അതുപോലെ ഗസലിനൊരു ശ്രീരഞ്ജനിയില്ലേ? സമുന്ദ ബാർ ബാർ ആതാ ഹേ, ആഹാ ടക്രാതാ ഹേ ടക്രാതാ ഹേ സാഗർ സേ. വാഹ് വാഹ്. ശ്രീരഞ്ജനി ഇവിടെ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമായി. എന്താ കാസറ്റിന്റെ പരിപാടിയുമായിട്ട് വന്നതാണോ? പുതിയ കാസറ്റ് എന്തെങ്കിലും റിലീസ് ചെയ്യുന്നുണ്ടോ? ഷീസ് മൈ വൈഫ്. ഇതായിരുന്നു മനസ്സിലായോ? വലിയ ഗസൽ പാട്ടുകാരി ശ്രീരഞ്ജനി. ഊട്ടി മുഴുവൻ ഓടി ഓടി ശ്രീരഞ്ജനി നമ്മുടെ ക്ലിനിക്കിൽ വന്നു എന്ന് പറയുന്നതാവും ശരി. തൊലി കുറച്ച് വെളുത്തിരുന്നാ മതി, താനേ പരിചയം വന്നോളല്ലോ നിങ്ങൾക്ക്. പിന്നല്ലാതെ ഡോക്ടറെ കാണാൻ വന്ന കണ്ടിട്ട് പോണം. അസുഖം എന്താണെന്ന് വെച്ചാൽ മരുന്ന് കൊടുത്ത് അയച്ചാ പോരെ. ഒരു വാചകോടി. ആനന്ദം, ഇവൾക്ക് മലയാളം അറിയാവടി? അസത്തെ, രഞ്ജനിയുടെ അമ്മ മലയാളിയാണ്. അടുപ്പിൽ പാല് വെച്ചിരിക്കുന്നു, ഞാൻ ഇപ്പൊ വരാം. അവള് എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്നവളാ. പൊസസീവ് ടൈപ്പ്. വായാടി, പാലക്കാട്ടുകാരി, ഒന്നും അറിയില്ല. എന്തെന്നറിയില്ലെന്ന്? നിങ്ങൾ അസൽ തിരുവനന്തപുരം. നിങ്ങളെ പോലെ കളിയാക്കി സംസാരിക്കാൻ എനിക്കറിയില്ല. ഇത് ഞങ്ങൾക്കിടയിൽ സ്ഥിരമുള്ള പ്രശ്നമാണ്. ശ്രീരഞ്ജനി തെറ്റിദ്ധരിക്കണ്ട. അവരുടെ മുഖം കണ്ടാലറിയാം മനസ്സിലൊന്നുമില്ല, ഇന്നസെന്റ് ആണെന്ന്. പോകുന്നതിന് മുമ്പ് കാപ്പി കുടിച്ചിട്ടേ പോകാമെന്ന് പറയൂ. ഒരു ചെറിയ രഹസ്യം പറയട്ടെ. ഇവളെ പെട്ടെന്ന് പോക്കറ്റിലാക്കണമെങ്കിൽ 2 തമിഴ് പറഞ്ഞാൽ മതി. മാമി, ഒരു ഗ്ലാസ് കാപ്പി കിടക്കുമാ? കിടക്കാതെ. എനിക്ക് എന്താ കേശവ, അത്രയ്ക്ക് വയസ്സായോ മാമീന്ന് വിളിക്കാൻ? അക്കാന്ന് വിളിച്ചാ പോരെ? ശരി അക്ക. ഇപ്പൊ കിടക്കും. സാധാരണ ഡോക്ടറെ അടുത്ത് പോയാൽ പാതി അസുഖം പോയതുപോലെയാ. എന്നാ ഈ ഡോക്ടറെ കണ്ടയുടനെ മുഴുവൻ അസുഖവും പോയതുപോലെ.
ഡോക്ടറും അദ്ദേഹത്തിന്റെ ഭാര്യയും ഐഡിയൽ കപ്പിൾസ് ആണ്. ഇതാ നോക്ക്, വീണ്ടും എന്തെങ്കിലും ആലോചിച്ച് കരയാൻ തുടങ്ങിയ ഞാൻ ഇവിടെ നിർത്തിയിട്ട് സ്ഥലം വിടും. റോഡിന്റെ ഒരു വശം മരിച്ചവർക്കായിട്ടുള്ള കല്ലറ, മറുവശം നോക്കൂ, ജീവിക്കുന്നവർക്കായിട്ടുള്ള കല്ലറ. വേദന എന്ന് പറയുന്നത് ജീവിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, മരിച്ചവർക്കില്ല. ചുരുക്കി പറഞ്ഞ കല്ലറ കാണുമ്പോൾ നാം എല്ലാം സന്തോഷിക്കണം. ഇതും എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. എൻ്റെ ഭാര്യയ്ക്ക് ബ്ലഡ് ക്യാൻസർ, എൻ്റെ 3 വയസ്സായ മകന് കണ്ടുപിടിക്കാനാവാത്ത രോഗം. അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന ദിവസവും ഞാൻ കാണുകയല്ലേ. ഇതിനപ്പുറം ഇനി എന്തു വരാനാ? ഒരുപക്ഷെ അവർ മരിച്ചു പോയാ ഞാൻ കരയില്ല കേട്ടോ, സന്തോഷിക്കത്തേ ഉള്ളൂ. എന്റെ കഥയെല്ലാം കേട്ടതിന് ശേഷവും നിങ്ങൾ നിങ്ങളുടെ ദുഃഖോർത്ത് കരയുകയാണോ? സോറി, ഇനി ഞാൻ കരയില്ല, സത്യമായും കരയില്ല. ഇനി എങ്ങോട്ട് പോണം?